നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ്ക്കായാലും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു മിക്സി ജാറിലോട്ട് ഒരു സവാള, അത്യാവശ്യത്തിന് ഒരു വലിയ സവാളയാണ്, അതിനെ നമുക്ക് റഫായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു അള്ളി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, പിന്നീട് മല്ലിയില, ഇതെല്ലാം കൂടെ ചേർത്ത് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തരിയൊന്നുമില്ലാതെ തന്നെ നമ്മളത് അരച്ചെടുക്കാൻ നോക്കണം. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി അങ്ങ് കൂടിപ്പോകരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ബ്രെഡിലത് മുക്കി അത് നമുക്ക് പൊരിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മളതിൻ്റെ കൂടെ മുട്ട കൂടെ ചേർക്കും. അതുകൊണ്ട് ഒരുപാട് ലൂസായി പോകാതെ ഒരു കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ അരച്ചെടുക്കണം. അരയാൻ വേണ്ടിയിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതിൽ 2 മുട്ട ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ അളവിന് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് പാലും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നി നമുക്ക് ഹാൻഡ് വിസ്ക് കൊണ്ടോ ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ബട്ടർ നമുക്ക് തേച്ച് കൊടുക്കാം. അതിലിപ്പോൾ അടുത്തതായിട്ട് ഒരു ബ്രെഡ് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ടോട്ടലി 3 ബ്രെഡാണ് എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ബ്രെഡ് എടുത്ത് ബ്രെഡ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റിലൊരു ബഞ്ചാക്കി എടുക്കാം. ഇപ്പോൾ മാക്സിമം നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കാൻ നോക്കുക. അതിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇളകി ഇങ്ങ് പോരും. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ബട്ടർ മേളിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വശം വെന്ത് വരുമ്പോൾ അടുത്ത വശത്തോട്ട് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നന്നായിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ആദ്യത്തെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തത് ഇപ്പോൾ നമ്മൾ സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ അടുത്ത ബ്രെഡ് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ഓരോന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ബ്രെഡും അകത്ത് മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ ബ്രെഡിലും ഇതുപോലെ നമ്മൾ 2 സൈഡും ബട്ടർ മസ്റ്റായിട്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം. എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മളെപ്പോഴും ചെയ്യുന്നത് സാധാരണ നമ്മൾ മുട്ടയും പഞ്ചസാരയും പാലും ഒക്കെ ഒഴിച്ചിട്ട് ഒരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. ഇതുപോലെ സ്പൈസി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മളൊരു പാനിപൂരിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് നമുക്കിതിൽ കിട്ടും. നമ്മൾ മല്ലിയില മസ്റ്റായിട്ട് ചേർക്കാൻ തന്നെ നോക്കുക. മല്ലിയും പുതിനയും കൂടെ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതുപോലെ എല്ലാം 3 ബ്രെഡും ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ആ മിക്സിനെ നമ്മൾ ഈ 3 ബ്രെഡും ഒരുപോലെ ചേർത്ത് പിടിച്ചിട്ട് ആ 4 സൈഡും നമുക്കിതുപോലെ ഒന്ന് ആ മിക്സ് ഫുള്ള് എല്ലാ സ്ഥലത്തും വരും പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബഞ്ചായിട്ട് ഒരു ബഞ്ചായിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇത് നമ്മൾ ടോസ്റ്റ് ചെയ്ത ശേഷം ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. പാനിൽ ഞാൻ കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ 4 വശവും ഒന്ന് നമ്മൾ ഈ മിക്സ് 4 സൈഡും തേച്ചിട്ടുണ്ട്. അപ്പോൾ 4 സൈഡും ഒന്ന് നമുക്ക് നല്ല ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 2 സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആ മിക്സിനെടുത്ത് നമുക്ക് തേച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഒരു ബഞ്ചായിട്ട് നമുക്ക് കിട്ടും. ഇത് ഒറ്റ ബ്രെഡായിട്ടേ നമുക്കിത് തോന്നത്തുള്ളൂ. അടിപൊളിയാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഒരാൾക്ക് ഇത് ഒരു പീസ് മതി, ധാരാളം. നമുക്ക് ഉച്ച വരെ വിശക്കത്തേ ഇല്ല. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾ വീണ്ടും ഇത് ട്രൈ ചെയ്ത് നോക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും വേണോ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. സ്കൂളിലെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാം. ഇതിന് പ്രത്യേകിച്ച് ഒരു ഡിപ്പ് പോലും ആവശ്യമില്ല. അഥവാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോയിൽ കാണാം. ബൈ.